ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാതിൽ തുറക്കുന്നില്ല. അച്ഛന് നമ്മളെക്കാൾ അനുഭവ പരിചയവും പ്രായത്തിന്റെ പക്വതയൊക്കെ ഉണ്ട്. അച്ഛനിതെങ്ങനെ താങ്ങുന്നുള്ള ആശങ്ക എനിക്കുമുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ യുക്തമായൊരു തീരുമാനം തന്നെ എടുക്കും. പെട്ടെന്നൊന്നും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഞാൻ പറയില്ല. മനസ്സുകൊണ്ടൊന്ന് സെറ്റിൽ ആവാനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് തരാം. 24 hours. 24 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും. അപ്പോ നിങ്ങള് ഒറ്റ ഒരെണ്ണം ഇവിടെ ഉണ്ടാവരുത്. ഉണ്ടായാൽ പോലീസ് നിങ്ങളെ ബലം പ്രയോഗിച്ച് പുറത്താക്കും. അഭിമാനിയാ സേതുമാധവൻ. ഈ അപമാനം അയാൾക്ക് താങ്ങാൻ സാധിക്കില്ല. അതെ, നാളെ മുതൽ അയാൾ വെറും സാധാരണക്കാരനാ. ഇന്നലെ വരെ അയാളെ സാറെന്ന് വിളിച്ചവരുടെ മുന്നിൽ ഒന്നുമല്ലാത്തവനായി ജീവിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. ഒരു പ്രഭുവിനെ പോലെ ജീവിച്ച കോടീശ്വരനാ സേതുമാധവൻ. ഞാൻ അയാളെ വെറും ഒരു ദരിദ്രവാസിയാക്കി. ഇതിനപ്പുറം ഒരു നാണക്കേട് ഇനി അയാൾക്ക് വരാനുണ്ടോ? കമ്പനിന്ന് ഒരു രൂപ പോലും ഇനി അയാൾക്ക് എടുക്കാൻ പറ്റില്ല. കയ്യിൽ എന്തേലും പണം ഇരിപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലാതെ അവരുടെ എല്ലാ കമ്പനി അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. പാവം സേതുമാധവൻ. സത്യം പറഞ്ഞ അയാളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. ഇനി അയാൾക്ക് മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അയാള് കാരണം എന്റെ അച്ഛൻ തിരഞ്ഞെടുത്ത അതേ വഴി. ഒന്നുകിൽ അയാൾ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അയാള് ഹൃദയം പൊട്ടി മരിക്കും. രണ്ടായാലും എനിക്ക് സന്തോഷ. മൂർത്തി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും മനോഹരമായ പൂക്കൾ കൊണ്ട് ഒരു പുഷ്പചക്രം ഉണ്ടാക്കണം. സേതുമാധവന്റെ ശവത്തിൽ ആ പുഷ്പചക്രം സമർപ്പിച്ചിട്ട് വേണം എനിക്ക് നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു കയറാൻ. എല്ലാം സ്വയം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള കാര്യം എല്ലാത്തിനും അച്ഛൻ തന്നെ ഉത്തരവാദി. സംസാരിക്കാതിരുന്ന എങ്ങനെയാ? അച്ഛൻ തന്നെ കുറ്റക്കാരൻ.
എല്ലാം സ്വയം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള കാര്യം. അച്ഛൻ തന്നെ കുറ്റക്കാരൻ. അച്ഛാ, അച്ഛാ, മരുന്ന് കഴിക്കാനുള്ളതാ. ഡോർ തുറക്കച്ചാ. എന്താ ഏട്ടത്തി? അച്ഛൻ വാതിൽ തുറക്കുന്നില്ല. അങ്കിളെ, നീ ഒന്ന് പിടിച്ചേ. അങ്കിളെ, അങ്കിളെ വാതിൽ തുറക്ക്. അങ്കിളെ, അങ്കിളെ, സച്ചേട്ടാ, സന്ദീപേ ഒന്ന് വന്നേ. സച്ചേട്ടാ, എന്താ 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 അങ്കിളെ, സച്ചേട്ടാ, അങ്കിൾ വാതിൽ തുറക്കുന്നില്ല. അങ്കിളെ, മനുഷ്യന്റെ വാതിൽ തുറക്കുന്നില്ല. അച്ഛാ, 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 അച്ഛാ. തള്ളി തുറക്കണം. അച്ഛാ, അയ്യോ, അച്ഛാ, 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 അയ്യോ, അങ്കിളെ, അച്ഛാ, അച്ഛാ, അങ്കിളെ എന്തായി കാണിച്ചേ? അങ്കിളെ, അച്ഛാ എന്താ ചെയ്ത്? അച്ഛാ, എന്താ അച്ഛാ ഇത്? എന്തായി കാണിച്ചേ? എന്തിനാ മക്കള് അച്ഛൻ ഇനി ജീവിച്ചിരിക്കുന്നത്? അച്ഛാ, എല്ലാം നഷ്ടപ്പെടുത്തിയത് ഞാനാ. അങ്ങനെയല്ല അച്ഛാ. ഞാൻ മാത്രം ഇതിന് ഉത്തരവാദി. അച്ഛൻ മരിച്ച ഇതിനെല്ലാം പരിഹാരമാവോ? എന്തിനാ അച്ഛാ ഞങ്ങളൊക്കെ ഇങ്ങനെ തോൽപ്പിക്കുന്നത്? പോയതൊക്കെ പോട്ടെ, ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് അച്ഛനല്ലേ?